ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായില്ല കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് വെറുതെ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി കാറിലൊക്കെ കയറി. അപ്പം നമ്മൾ പോയ വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻറ്റ്. കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം ഇതേത് പാക്കളമേടിൻ്റെ അടിഭാഗമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഷെഡ് പോലെ. അതിനകത്ത് കയറി ഇരുന്ന് നമുക്ക് അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പം ഞാനും ചേട്ടായും ഐറും ആദ്യം കയറി, അമ്മ രണ്ടാമതാണ് കയറി വന്നത്. ഉണ്ട് ഇതിൻ്റെ താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. ഫുള്ള് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പാറക്കൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്ന ആ റോഡെ ചുറ്റി വളഞ്ഞാണ് നമ്മൾ മുകളിലെത്തിയത്. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അപ്പോഴത്തേക്ക് ഐറൂട്ടി ഉറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് വണ്ടിയെ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐറൂട്ടി ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് അവിടെ നമ്മൾ തിരിച്ചു പോന്നു. കുറച്ച് പച്ചക്കറി മേടിക്കേണ്ടായിരുന്നു. കുറച്ച് തക്കാളിക്കയും ബീൻസും ക്യാബേജും അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് അതൊക്കെ കൂട്ടിലാക്കി. അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ കയറി. അങ്ങനെ പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ വഴിക്കിറങ്ങി ഒരു ചെറിയ ചായക്കടയിൽ കയറി 2-3 മുട്ട ബജ്ജിയും പഴംപൊരിയൊക്കെ മേടിച്ചു. അതെല്ലാം മേടിച്ചുകൊണ്ട് അത് നമ്മൾ കാറിനകത്തിരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ പുതിയ പെര പണിയാൻ വേണ്ടിയിട്ട് വഞ്ച സ്ഥലമുണ്ട്. അപ്പോൾ സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിൽ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പുല്ല് കയറി കിടക്കുന്നുണ്ട്, തേങ്ങയൊന്നും കണ്ടില്ല. അങ്ങനെ അവിടെ പോയി അതൊക്കെ നോക്കി. ഭയങ്കര പുല്ലായിരുന്നു. അപ്പോൾ പുല്ല് വെട്ടണം. അപ്പോൾ മണ്ണെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണെടുക്കാൻ വേണ്ടി കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് 2-3 അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഒരു തെങ്ങും 2-3 പേട്ട് കൊക്കോയും മാത്രമേ ഉള്ളൂ. ആ പേട്ട് കൊക്കോന്ന് 2 കൊക്കോ കിട്ടി. ആ കൊക്കോ ചേട്ടായി കയറി പറിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 കൊക്കോ കിട്ടി. പിന്നെ നമ്മൾ തിരിച്ച് അവിടുന്ന് കൊക്കോയൊക്കെ പറിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടായിക്ക് വർക്ക്ഷോപ്പിൽ ഇറങ്ങണമായിരുന്നു. ചേട്ടായി വർക്ക്ഷോപ്പിൽ ഇറങ്ങിയപ്പം ഞാനും ഐറൂട്ടി വണ്ടിയിലിരുന്നു. ടൈറമോള് പനിയായിരുന്നു കേട്ടോ. 2 ആഴ്ച ടൈറമോൾക്ക് എന്നും പനിയാണ്. പനിയായിട്ട് 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ആൾ പയ്യെ ആക്റ്റീവായിട്ട് വരുന്നു. ഒരു വണ്ടിക്കകത്തിരുന്നപ്പം ഒരു കയ്യിലൊരു ക്യാരറ്റും പിടിച്ചുകൊണ്ടിരിക്കണതാണ് കാണുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. അപ്പം മുട്ടയിലൊക്കെ ഒരുപാട് പോവും. കുറേ ദൂരം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് വിളിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി മുട്ടയെ വരികയൊക്കെ ചെയ്യും. തന്നെ പിടിച്ച് എണീറ്റ് നിൽക്കും. നമ്മൾ കയ്യെ പിടിച്ച് നടക്കുകയൊക്കെ ചെയ്യും. കണ്ടപ്പോൾ സീറ്റിലിരുന്നപ്പോൾ തന്നെ പൊങ്ങി ഡോറിന് ഒപ്പം പൊങ്ങി നിൽക്കുവാണ്. എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. തന്നെ താഴെ പോവും. ഒരു 1-2 സെക്കൻഡ് തന്നെ നിൽക്കും പിടിച്ച്, എങ്ങും പിടിക്കാണ്ട് തന്നെ കൈയിട്ട് നിൽക്കും. അങ്ങനെ വീണ്ടും പിടിക്കാൻ കയറുന്നു, ഇറങ്ങുന്നു. ഇങ്ങനെ തന്നെ കുറേ നേരം, ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വണ്ടിക്കകത്ത് ഇത് തന്നെയായിരുന്നു പണി. പിടിച്ച് കയറുക, ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ട്രിപ്പ് അവസാനിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.